ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF പങ്കെടുക്കുമോ എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇപ്പോൾ VD സതീശൻ ഔദ്യോഗികമായി പറഞ്ഞു, ഈ രാഷ്ട്രീയ കാപട്യത്തോടൊപ്പം ഞങ്ങൾ ചേരില്ല. മാത്രമല്ല, ഈ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് അതിനെ അനുകൂലിക്കുന്ന സർക്കാരിൻ്റെ സത്യവാങ്മൂലം സുപ്രീം കോടതിയിലാണ്. അത് പിൻവലിക്കുന്നുണ്ടോ? നാമജപ ഘോഷയാത്രയിലെ കേസുകൾ പിൻവലിക്കുമോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് സതീശൻ സർക്കാരിനോട് ഉന്നയിക്കുന്നത്. ഇതിനൊക്കെ മറുപടി സർക്കാർ നൽകുമോ? സർക്കാർ അതിനൊന്നും മറുപടി നൽകാൻ പോകുന്നില്ല. ബട്ട് സർക്കാരിന് ഹൈക്കോടതിയിൽ മറുപടി കൊടുക്കേണ്ടി വരും. ഹൈക്കോടതിയിൽ ഇതിനെതിരായിട്ട് പോയ ഹർജിയിൽ നിന്ന് സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. കോടതി പറഞ്ഞു, ഇതിലൊരു വ്യക്തതയില്ല. എന്താ ഈ സാധനം, എന്താ, ആരെ ഇത് നടത്തുന്നത്? അല്ല, അത് ഇതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ എന്താ പ്ലാറ്റിനം ജൂബിലിയോ 75 വർഷം തികഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ശരി, 75 വർഷം തികഞ്ഞു. അടുത്ത വർഷം 76 അതിന് ഈ സംഗമം നടത്തുന്നത് എന്തിനാ? അയ്യപ്പന് മാത്രമല്ല, ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡിന് 75 വയസ്സ് തികഞ്ഞെങ്കിൽ ആ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്തുകൊണ്ടാണ് മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് പേര് വരണ്ടേ? കോടതികളുടെ ഇത്തരം ചോദ്യത്തിന് ഇവർക്ക് ഒരു മറുപടിയില്ല. അതിപ്പോൾ സെപ്റ്റംബർ 9-ാം തീയതിക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് സത്യവാങ്മൂലം ഫയൽ ചെയ്യും. അതിനിടയ്ക്ക് വലിയൊരു മണ്ടത്തരവും അവരെഴുന്നള്ളിച്ചു. എന്താ, മതസൗഹാർദ്ദം നിലനിർത്താനാണ്. മതസൗഹാർദ്ദം നിലനിർത്തുക ദേവസ്വം ബോർഡിൻ്റെ ജോലിയല്ല. ദേവസ്വം ബോർഡ് ആകമാനം മതത്തിൽ മുങ്ങി നിൽക്കുന്നൊരു സ്ഥാപനമാണ്. അതിനെങ്ങനെ മതസൗഹാർദ്ദം നിലനിർത്താനുള്ള ജോലി എന്താ? ബാക്കിയുള്ളവരുമായിട്ട് ആരെങ്കിലും വഴക്കുണ്ടാക്കിയോ? എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇത് കയ്യിലുള്ള കാശ് ധൂർത്തടിച്ച് കളയാനുള്ള ഒരു പരിപാടി. ആഗോള അയ്യപ്പ സംഗമം, അതിലെത്ര പേരെ പങ്കെടുപ്പിക്കും? 3000 പേരെന്ന് കേൾക്കുന്നു. ഈ 3000 പേരെ എങ്ങനെ സെലക്ട് ചെയ്യും? എന്നെ സെലക്ട് ചെയ്യുകയും സിനിജിയെ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നത് മര്യാദയാണ്. നമ്മൾ രണ്ടുപേരും അയ്യപ്പ ഭക്തന്മാരാണ്. എനിക്ക് കുറച്ച് കണക്ഷനൊക്കെ പാർട്ടിയിലുണ്ട്, അതുകൊണ്ട് ഞാൻ ക്ഷണിതാവായി. സിനിജിക്ക് അതില്ല, അതുകൊണ്ട് സിനിജി പുറത്തായി. ഈ പരിപാടിയൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ശബരിമലയുടെ ആഗോള പ്രശസ്തി വർദ്ധിപ്പിക്കാൻ ഇവരൊന്നും ചെയ്യേണ്ട, അത് അയ്യപ്പന് ആ ജോലി ചെയ്യുന്നുണ്ട്. ശബരിമലയെ ഇവരാരും അല്ലല്ലോ വലുതാക്കിയതും ചെറുതാക്കിയതും. ഇപ്പോൾ അത് ഭക്തജനങ്ങളിൽ പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. ഇപ്പോഴും ലോകപ്രസിദ്ധമാണ് ശബരിമല. അതിന് പ്രത്യേകിച്ച് ഇവരൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചുരുക്കത്തിൽ എന്തോ ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണ്. വാസ്തവത്തിൽ ഞാൻ നോക്കുമ്പോൾ ഈ വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ടു എന്ന് പറയുമല്ലോ, അതുപോലെ ചെയ്തിരിക്കുകയാണ് CPM. ഈ ശബരിമല സ്ത്രീ പ്രവേശനം വലിയ ബഹളമൊന്നുമില്ലാതെ അങ്ങ് ഒരു സ്റ്റാറ്റസ് കോ അങ്ങനെ അങ്ങ് നിന്ന് പോവുകയാണ്. അത് നിയമപരമാണോ എന്ന് ചോദിച്ചാൽ അല്ല. സ്ത്രീകൾക്ക് കയറാം എന്നുള്ള വിധി ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ സ്ത്രീകളാരും പോകുന്നുമില്ല. അങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ആ ഇഷ്യൂ അങ്ങ് കഴിഞ്ഞു നിൽക്കുക. വല്ല കാര്യമുണ്ടോ ആ ഇഷ്യൂ റീഓപ്പൺ ചെയ്യാൻ? റീഓപ്പൺ ചെയ്തപ്പോൾ എന്തായി? ഇവർ സത്യവാങ്മൂലം മാറ്റിക്കൊടുക്കണം. സത്യവാങ്മൂലം മാറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാലത്തെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ശബരിമല കേസ് സുപ്രീം കോടതിയിൽ എന്താ സ്റ്റാറ്റസ് എന്നറിയാമോ? ഇല്ല. ഈ ശബരിമലയിൽ സ്ത്രീകൾക്കും കയറാം എന്ന് പറഞ്ഞിട്ട് 4 സുപ്രീം കോടതി ജഡ്ജിമാർ ഓക്കെ എന്ന് പറഞ്ഞു. ഒരാൾ വിയോജനക്കുറിപ്പ് എഴുതി. അങ്ങനെയാണ് ശബരിമല വിധി വരുന്നത്. അതിൻ്റെ റിവ്യൂ പെറ്റീഷൻസ് പോയി. ആ റിവ്യൂ പെറ്റീഷനിൽ ഇവർ ശബരിമലയിൽ ഇവരെ കയറ്റണം എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും സർക്കാരും എടുത്ത നിലപാട്. സർക്കാർ റിവ്യൂവിന് പോയിട്ടില്ല. ദേവസ്വം ബോർഡ് റിവ്യൂ പെറ്റീഷനിൽ കൊടുത്ത അഫിഡവിറ്റിൽ ഇതിനനുകൂലമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ചില ഇഷ്യൂസ് വിശാല ബെഞ്ച് പരിഗണിക്കട്ടെ, ആ പരിഗണിച്ച് വിശാല ബെഞ്ചിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ട് റിവ്യൂ പെറ്റീഷൻസ് പരിഗണിക്കാം എന്ന് പറഞ്ഞാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ പോകുന്നത് എവിടെ? റിവ്യൂ പെറ്റീഷൻ നോക്കുന്ന ബെഞ്ചിലാണോ അതോ വിശാല ബെഞ്ചിനാണോ? വിശാല ബെഞ്ചിൽ പോയി ഇപ്പോൾ കൊടുക്കാൻ നിയമപരമായ പ്രൊവിഷനുണ്ടോ? കാരണം വിശാല ബെഞ്ചിന് നിശ്ചിതമായ 9 പോയിൻറ്റ്സാണ് വിശാല ബെഞ്ചിന് വിട്ടിരിക്കുന്നത്. ഈ അന്തരാള ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം തയ്യാറാക്കിയിട്ട് ആർക്ക് കൊടുക്കണം? സർക്കാരിനെ തന്നെ സുപ്രീം കോടതി അന്ന് ചീത്ത പറഞ്ഞതാണ്. കാരണം
അച്യുതാനന്ദൻ ഒരു അഫിഡാവിറ്റ് കൊടുത്തു, ഉമ്മൻചാണ്ടി ആ അഫിഡാവിറ്റ് മാറ്റി കൊടുത്തു, പിണറായി വിജയൻ അത് വീണ്ടും മാറ്റി. വാസ്തവം പറഞ്ഞാൽ അച്യുതാനന്ദൻ്റെ അഫിഡാവിറ്റ് അത്ര മോശമൊന്നുമായിരുന്നില്ല. അച്യുതാനന്ദൻ സർക്കാരിൻ്റെ അഫിഡാവിറ്റിൽ പറഞ്ഞത് സുപ്രീം കോടതി ഒരു കമ്മീഷനെ നിയോഗിക്കുക, നാട്ടിൽ വന്ന് ശബരിമലയിൽ വന്ന് ഭക്തജനങ്ങളും ഒക്കെ ആയിട്ട് കണ്ട് ബന്ധപ്പെട്ടവരൊക്കെ ആയിട്ട് ആലോചിച്ച് കമ്മീഷൻ റിപ്പോർട്ട് തരട്ടെ, ആ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം. ഇതായിരുന്നു അച്യുതാനന്ദൻ്റെ. ഇൻ പ്രിൻസിപ്പിൾ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം, ബട്ട് അത് അന്വേഷിച്ച് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ചർച്ച നടത്താൻ ഒരു കമ്മീഷനെ വയ്ക്കുക. ആ കമ്മീഷൻ വന്ന് പരിശോധിക്കട്ടെ. ഒരു കമ്മീഷൻ പറയുകയാണ് ഇവരെ കയറ്റണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് തീർന്നു. പക്ഷേ കമ്മീഷൻ കയറ്റണം എന്ന് പറയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അച്യുതാനന്ദൻ സത്യവാങ്മൂലം കൊടുത്തത്. ഉമ്മൻചാണ്ടി അത് തിരുത്തി, ഇല്ല അത് അവിടുത്തെ വിശ്വാസമാണ്, അതിലൊന്നും കയറി തൊടാൻ പാടില്ല. പിണറായി വിജയൻ ഇത് വീണ്ടും തിരുത്തി, അച്യുതാനന്ദൻ്റെ കമ്മീഷനും വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ട, മര്യാദയ്ക്ക് അവരെ കയറ്റണമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ. ഇങ്ങനെയാണ് ഈ 3 അപ്പോൾ അന്ന് തന്നെ കോടതി ചോദിച്ചു, ഇതിലേത് സത്യവാങ്മൂലം എടുക്കേണ്ടത്? നിങ്ങളിങ്ങനെ കൂടെ മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണെന്നുള്ളതിൻ്റെ തെളിവ് ഇതാണ്. പൊളിറ്റിക്സ് മാറുമ്പോൾ സത്യവാങ്മൂലം മാറുന്നു. ഇതേ അഭിപ്രായം ദേവസ്വം ബോർഡിനെ പറ്റിയും പറയും. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ഒരു സത്യവാങ്മൂലം കൊടുത്തു. പത്മകുമാർ വന്നു കഴിഞ്ഞപ്പോൾ സത്യവാങ്മൂലം മാറ്റി തിരിച്ചു കൊടുത്തു. ഇപ്പോൾ ദാ പ്രശാന്ത് വീണ്ടും അത് തിരിക്കാൻ പോകും. ഇപ്പോൾ കോടതി ഇതെല്ലാം കൂടെ എടുത്തിട്ട് തോട്ടിക്കളയും. ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളുടെ സത്യവും വേണ്ട വാങ്മൂലവും വേണ്ട എന്ന് പറഞ്ഞിട്ട് കളയും. ഈ അലമ്പിനൊക്കെ പോകേണ്ട കാര്യം എന്തായിരുന്നു? ഇപ്പോൾ അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരാവശ്യവുമില്ലാതെ ഒരു ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിക്കുക. ഞാൻ അറിഞ്ഞത് പത്തനംതിട്ട ജില്ലയിലെ ഭേദപ്പെട്ട ഏകദേശം എല്ലാ ഹോട്ടലുകളും ഇതിനു വേണ്ടി ദേവസ്വം ബോർഡ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആളുകളെ താമസിപ്പിക്കാൻ. അപ്പോൾ ആളുകളെ താമസിപ്പിക്കാനായിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്തു. ആളുകളാരെ, ഈ ആളുകളെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു നിങ്ങൾ? അതിൻ്റെ ക്രൈറ്റീരിയ എന്താ? നിങ്ങൾക്ക് ഭക്തന്മാർ തമ്മിൽ ഒരു വേർതിരിവ് ഉണ്ടാക്കാൻ സാധ്യമല്ല. ദർശനത്തിൽ ചെയ്യാം. ദർശനത്തിൽ ഇപ്പോൾ തിരുപ്പതി, ഇപ്പോൾ അത് ഗുരുവായൂരും വന്നിട്ടുണ്ട്. 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ക്യൂ 1 ബൈപ്പാസ് ചെയ്തിട്ട് അകത്തേക്ക് പോകും. അത് ഭക്തന്മാരുടെ ഒരു സൗകര്യമായിട്ടാണ് കോടതികൾ, അത് പലരും കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് ദൈവത്തിന് മുമ്പിൽ നിങ്ങൾക്ക് വേർതിരിവ് ഉണ്ടാക്കാൻ പറ്റുക? 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വേഗം ദൈവത്തെ കാണാം, 1000 രൂപ കൊടുത്താൽ സൂപ്പർ വേഗത്തിൽ കാണാം, ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അന്ന് കോടതികൾ പറഞ്ഞു ഇതൊരു റീസണബിൾ ക്ലാസിഫിക്കേഷനാണ്. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ബട്ട് അമ്പലത്തിൽ തൊഴാനായിട്ട് ഇത്ര വലിയ തിരക്ക് വന്നു കഴിയുമ്പോൾ അതിന് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ പല മാർഗങ്ങളിൽ ഒന്ന് ഈ ടിക്കറ്റ് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നടന്നോട്ടെ. പിന്നെ ടിക്കറ്റിൻ്റെ വില 100 വേണോ 150 വേണോ എന്നുള്ളത് അമ്പലവും ബാക്കി ആൾക്കാരും കൂടെ തീരുമാനിക്കും. ഈ ഒരു സംഗതി ആണെങ്കിൽ ഒരുപക്ഷെ ശബരിമലയിലും കോടതി ഇടപെടാതെ പോയി എന്ന് വരും. അതല്ലാതെ ദേവസ്വം ബോർഡ് കാശ് മുടക്കി ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ആ മീറ്റിങ്ങിൽ വരുന്ന ആൾക്കാരെ ദേവസ്വം ബോർഡ് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് കോടതി മിക്കവാറും സെറ്റിസൈഡ് ചെയ്യാനാണ് സാധ്യത. കാരണം അങ്ങനെ ഒരു യോഗം, പൊതുയോഗം ഒന്നും നടത്താനുള്ളതല്ല ദേവസ്വം ബോർഡ്. ഇവരുടെയൊക്കെ പ്രശ്നം, ഇവർ ദേവസ്വം ആക്ട് വായിച്ചു നോക്കില്ല. എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്? അതാദ്യം മനസ്സിലാക്കണ്ടേ. അല്ലാതെ ഒരു പഞ്ചായത്ത് പോലെയോ കോർപ്പറേഷൻ പോലെയോ ഒരു ബോഡിയാണ്. അപ്പോൾ കോർപ്പറേഷൻ്റെ പ്ലാറ്റിനം ജൂബിലി എന്ന് പറഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പാട്ട്, ഡാൻസ് ഒക്കെ നടത്തുന്നവർ, ഇതുപോലെ ദേവസ്വം ബോർഡിന് നടത്താൻ സാധ്യമല്ല. അതിനുള്ളതല്ല ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് സെക്യുലർ അഫയേഴ്സ് ഓഫ് ദ ടെമ്പിൾ നോക്കാനുള്ളവരാണ്. ക്ഷേത്ര വരുമാനം അതെങ്ങനെ വിനിയോഗിക്കണം, ക്ഷേത്രത്തിൻ്റെ മെയിൻ്റനൻസ്, കല്യാണ മണ്ഡപം, പാചകപ്പുര, ഇതുപോലത്തെ കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെയാണ് ദേവസ്വം ബോർഡിൻ്റെ ജോലി. അല്ലാതെ ആളെ വിളിച്ചു കൂട്ടി മൈക്ക് കെട്ടി പ്രസംഗിക്കലല്ല. ആ പ്രസംഗത്തിൻ്റെ വല്ലാത്ത ഉപദ്രവമുണ്ട് കേരളത്തിൽ. എല്ലാവർക്കും പ്രസംഗിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പരിപാടിയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരള ഹൈക്കോടതി ഇത് നിരോധിക്കുന്നതാണ്, ആഗോള അയ്യപ്പ സംഘം. അപ്പോൾ ഇവർ പറയുന്നത് ഈ 9 വർഷം ചെയ്യാത്തൊരു പ്രവൃത്തി 10ാം വർഷത്തിലേക്ക് വരുമ്പോൾ അതൊരു രാഷ്ട്രീയ നീക്കമാണ്. 4 കോടി രൂപയാണ് ചെലവിടുന്നത്. ഇത് ഈ 2 ആരോപണത്തിനും സർക്കാർ മറുപടി പറയണ്ടേ? ഇല്ല, അവരതിനൊന്നും മറുപടി പറയില്ല. അവർ ചുമ്മാ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടൊക്കെ നടക്കുകയുള്ളൂ. ഇപ്പോഴും അവർ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയൊന്നും പറയുന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന അവസ്ഥ എന്താ?
ആര് മീശ പറപ്പിച്ചോ അവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പോയി കണ്ടു, പൊന്നുചേട്ടാ ചെയ്യല്ലേ, സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞ് കരയുന്നു. ഇതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അത് അനൗൺസ് ചെയ്തു പോയി, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും അത് നടത്തിയെടുക്കുക. അതായത് ഹൈക്കോടതി എന്തായാലും 9-ാം തീയതി തീരുമാനം എടുക്കുമ്പോൾ നമുക്കറിയാം ബാക്കിയല്ലേ. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.